നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. UDF സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഭവന സന്ദർശനം നടത്തി. കൊച്ചി നഗരസഭ UDF സ്ഥാനാർത്ഥികൾക്കായി ഭവന സന്ദർശനം നടത്തി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ഞായറാഴ്ച രാവിലെ ഫോർട്ട് കൊച്ചിയിലെത്തിയ KC വേണുഗോപാൽ നഗരസഭ ഫോർട്ട് കൊച്ചി ഡിവിഷൻ സ്ഥാനാർത്ഥി ഷെയ്നി മാത്യുവിനോടൊപ്പം മറ്റു സ്ഥാനാർത്ഥികളോടൊപ്പം വീടുകളിൽ കയറി വോട്ടഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് UDFന്റെ മുന്നേറ്റമാണ് പ്രകടമാവുന്നതെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിൽ നടത്താൻ പോകുന്ന മുന്നേറ്റത്തിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് എല്ലായിടത്തും കിട്ടുന്നത്. ഏത് വീടുകളിൽ കയറിയാലും വളരെ സന്തോഷപൂർവ്വം UDFന്റെ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുകയും വോട്ട് ചെയ്യാനുള്ള താല്പര്യം അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാമ്പിളാണ് ഞാനിന്നിവിടെ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ദൃശ്യമായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായിട്ടും ജനങ്ങൾ മനസ്സ് UDFനോടൊപ്പം തുറക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കേരളത്തിൽ, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന്, നമ്മുടെ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടിയത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ഭൂരിപക്ഷം സീറ്റുകൾ നേടിയെങ്കിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ കോർപ്പറേഷനുകളായാലും മുനിസിപ്പാലിറ്റികളായാലും പഞ്ചായത്തുകളായാലും അവിടെയൊക്കെ അധികാരങ്ങൾ പരമാവധി വെട്ടിച്ചുരുക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഫണ്ട് വെട്ടിച്ചുരുക്കാനാണ് ശ്രമിച്ചത്. ഒരു വർഷം 2000-ലധികം കോടി രൂപയുടെ ഫണ്ട് കട്ടിങ്ങാണ് കഴിഞ്ഞ പ്രാവശ്യം തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നടത്തിയത്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സത്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാൻ ശ്രമിച്ച കേരളം. വീടുകളിൽ കയറുമ്പോൾ അതാണ് പ്രകടമാവുന്നതെന്നും കഴിഞ്ഞ 5 വർഷമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരവും ഫണ്ടും സർക്കാർ വെട്ടിക്കുറക്കുകയാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് UDF ലക്ഷ്യമെന്നും മോദിക്ക് കീഴടങ്ങുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹാരിസ് ബീരാൻ MP, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ളവരും KC വേണുഗോപാലിനോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.